വിജയന്റെ ബേക്കർ ജംഗ്ഷനിലെ വീട്ടിൽ റെയ്ഡ് 7 മണിക്കൂറോളം പിന്നിടുമ്പോൾ തലസ്ഥാനത്ത് സംഘർഷം. CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരുടെ വാഹനം ആക്രമിച്ചു. സുരക്ഷാ ഭേദിച്ച് വീടിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ നേതാക്കൾ ശ്രമിച്ചു. വീടിന് പുറത്തുനിന്ന പോലീസുകാരുടെ ഹെൽമറ്റ് വലിച്ചെടുത്ത് ഉള്ളിൽ നിന്ന CRPF ജവാന്മാർക്ക് നേരെ എറിഞ്ഞു. പ്രവർത്തകർ കുപ്പിയെറിയുകയും ചെയ്തു. പിന്നാലെ പിണറായിയുടെ വീടിന് മുന്നിലുള്ള പ്രതിഷേധം അവസാനിപ്പിച്ചു. വീടിന് മുന്നിൽ സംഘർഷാവസ്ഥ രൂപപ്പെടുകയും പ്രതിഷേധക്കാർ വീട്ടിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് നേതാക്കൾ ആലോചിച്ച് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കടകംപള്ളി സുരേന്ദ്രൻ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രതിഷേധം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീടാണ് EDയുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് പുറത്തേക്ക് വരികയായിരുന്ന വാഹനത്തിൽ പ്രതിഷേധക്കാർ വാഹനം ആക്രമിച്ചത്. ചില്ലുകൾ തകർത്തായിരുന്നു അവരുടെ അക്രമം. എന്നാൽ പിരിഞ്ഞുപോയ പ്രവർത്തകർ വീണ്ടും തിരിച്ചെത്തി റോഡിൽ കുത്തിയിരിക്കുകയും ചെയ്തിരുന്നു. ഗേറ്റിന് മുന്നിൽ നിന്നും മാറിയാണ് പ്രവർത്തകർ ഇരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥലത്തുണ്ട്. ഗേറ്റിന് മുന്നിൽ പോലീസ് വലിയ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. എന്നാൽ ഈ സുരക്ഷയൊക്കെ ഭേദിച്ചാണ് സഖാക്കൾ EDയുടെ വാഹനം കയ്യേറ്റം ചെയ്തത്. പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും മരുമകനും ബേപ്പൂർ MLAയുമായ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടുളിയിലെ വീട്ടിലുമടക്കം 12 ഇടത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാവിലെ പരിശോധന ആരംഭിച്ചത്. കേരളത്തിൽ 10 ഇടത്തും കേരളത്തിന് പുറത്ത് 2 ഇടത്തുമാണ് റെയ്ഡ്. ഇന്ന് പുലർച്ചെ കനത്ത സുരക്ഷയോടെയാണ് ED സംഘം പിണറായിയുടെ വീട്ടിലെത്തിയത്. കണ്ണൂരിലെ വീട്ടിൽ രാവിലെ 6 മണിയോടെയാണ് പരിശോധനാ സംഘം എത്തിയത്. കണ്ണൂരിലെയും കോഴിക്കോട്ടെയും റെയ്ഡ് പൂർത്തിയായി. ഇപ്പോൾ തിരുവനന്തപുരത്തെയും പൂർത്തിയായെന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ പിണറായി വിജയനും മകൾ വീണയുമാണുള്ളത്. ED സംഘം വീണ വിജയന്റെ മൊഴിയെടുത്തതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലും ED സംഘം എത്തി റെയ്ഡ് നടത്തുന്നുണ്ട്. EDക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുമെതിരെ CPM നേതാക്കൾ പ്രസ്താവനയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. മാസപ്പടി കേസിൽ ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയൻ എന്നിവരെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. വ്യാജ ചെലവുകളുടെ മറവിൽ CMRL കമ്പനിയിൽ നിന്നും വിവിധ വ്യക്തികൾക്ക് കോടിക്കണക്കിന് രൂപ ഫണ്ടായി വകമാറ്റി നൽകിയെന്നാണ് കേസ്. ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പണം കൈപ്പറ്റിയ പ്രധാന ഗുണഭോക്താക്കളിൽ ഒരാൾ മുൻ മുഖ്യമന്ത്രി വിജയന്റെ മകൾ വീണ വിജയനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും ED അറിയിച്ചു. വീണ വിജയന്റെ മൊഴിയെടുപ്പ് പൂർത്തിയാക്കി ED വീടിന് പുറത്തെ സംഘർഷ സാഹചര്യം ഉദ്യോഗസ്ഥർ ED ആസ്ഥാനത്ത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ സുരക്ഷ വേണമെന്നും ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. സംസ്ഥാന പോലീസ് മേധാവിയുമായും ഉദ്യോഗസ്ഥർ സംസാരിക്കുകയും ചെയ്തു. എക്സാലോജിക് CMRL കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന റെയ്ഡ് സംബന്ധിച്ച് കേരളത്തിലെ പോലീസിന് ആഭ്യന്തര വകുപ്പിന് ഒരു അറിവും ലഭിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. അത് സംബന്ധിച്ച് തങ്ങൾക്ക് ഒരു വിവരവുമില്ല. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിനു പിന്നാലെ VD സതീശൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. അത് സർക്കാർ നടപടികളുടെ ഭാഗമാണ്. ED അന്വേഷണവുമായി അതിന് ബന്ധമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ED അന്വേഷണത്തെ VD സതീശന്റെ ഡൽഹി യാത്രയുമായി കൂട്ടിക്കുഴയ്ക്കുന്ന പിന്നിലെ രാഷ്ട്രീയത്തെയും അദ്ദേഹം എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിനോടോ കേരള പോലീസിനോടോ റെയ്ഡിനായി സഹായം തേടിയിട്ടില്ല. കേന്ദ്രസേനകളുടെ സഹായമാണ് തേടിയത്. DGPയുമായും ഹോം സെക്രട്ടറിയുമായും സംസാരിച്ചപ്പോഴും അവർക്കാർക്കും ഇതേപ്പറ്റി അറിയില്ലെന്നാണ് ചെന്നിത്തല പറഞ്ഞത്. BJP ഡീൽ എന്ന സ്ഥിരം പല്ലവി കടന്ന കൈയാണ്. പിന്നെയും BJPയും CPMും എന്താണെന്ന് ജനങ്ങൾക്കറിയാം. CPM BJPയുമായി ഉണ്ടാക്കിയ കൂട്ടുകെട്ട് എങ്ങനെ പൊളിഞ്ഞുവെന്നത് ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്നും ചെന്നിത്തല കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.